സമയത്ത് ആര്യ ബാംഗ്ലൂർ പഠിക്കുകയായിരുന്നു. ഈ പഠിക്കാൻ പോയ സമയത്ത് എങ്ങനെയായിരുന്നു ആ ബന്ധം? നിങ്ങൾ മൊബൈലിലൂടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുന്നു, നിരന്തരം കോൺടാക്ട് ചെയ്യുന്നു. അപ്പൊ അവിടുത്തെ ചെലവും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിരുന്നു? എല്ലാം എല്ലാ എക്സ്പെൻസിലും, പഠിത്തത്തിന്റെയും ഹോസ്റ്റലിൽ ചെലവുകളും, ഹോസ്റ്റലിൽ നിന്ന് മാറ്റി ഒരു 1 BHK 1 RK ഫ്ലാറ്റ് എടുത്തിട്ടാണ് ഞാൻ താമസിക്കുന്നത്. അതിന്റെ റെന്റ്, ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ചിലവ്, അങ്ങോട്ട് പോകാനുള്ള ചിലവ്, അവിടുത്തെ ഫുഡ്, അക്കോമഡേഷൻ, എല്ലാ ചിലവുകളും എന്റെ കയ്യിൽ നിന്നാണ് ആര്യ നടത്തിയിരുന്നത്. അത് കഴിഞ്ഞ് ആ പഠനം കഴിഞ്ഞ് ആര്യ നാട്ടിലേക്ക് വരുന്ന ഘട്ടത്തിൽ ആര്യക്ക് വീടെടുക്കാൻ വേണ്ടിയിട്ട് പണം ചെലവാക്കിയതിനെ കുറിച്ച് തന്നെ പറഞ്ഞു. ആര്യക്ക് വീട് ഒരു താമസമോ യോഗ്യമായിട്ടുള്ള വീടായിരുന്നില്ല. അവരൊരു സാധാരണ ഒരു ഷെഡ് പോലത്തെ ഒരു വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു വീട്ടിലേക്ക് ആര്യക്ക് വരാൻ താല്പര്യമില്ലായിരുന്നതുകൊണ്ടും അവരുടെ വീട് ഉടനെ പണിയേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ടും ആരെയും കുടുംബവും ഒക്കെ കല്യാണം കൂടെ ഉറപ്പിച്ചിരുന്ന സാഹചര്യത്തിൽ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവരുടെ വീട് പണി തുടങ്ങുകയും അത് പൂർത്തീകരിച്ച് കൊടുക്കുകയും ചെയ്തു. ഇവര് ഈ വീട് വാടകയ്ക്ക് എടുക്കുക ഇതൊക്കെ തങ്ങളുടെ ഐഡിയ ആയിരുന്നു, അല്ലെങ്കിൽ അവരിങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് അവരുടെ കയ്യിൽ പൈസ ഇല്ല, അത് തിരിച്ച് വിവാഹം കഴിക്കാനുള്ള എന്തായാലും എങ്ങനെ മുടക്കിയാലും നിങ്ങൾക്ക് തന്നെ ഉള്ളതല്ലേ എന്നുള്ള ധാരണയിൽ